പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നാലാമത്തെ പാഠം, നാലാമത്തെ ചാപ്റ്റർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ ആണ്. C++ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ആമുഖം ആണ് ഈ ഒരു പാഠഭാഗം. വളരെ ചെറിയൊരു പാഠമാണ്. ഇതിന് ശേഷം വരുന്ന 3 ചാപ്റ്ററുകൾ 5, 6, 7 ഇതൊക്കെ തന്നെ C++ൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇത് C++ൻ്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള C++ പ്രോഗ്രാമിംഗ് ഭാഷയുടെ കാര്യങ്ങളാണ് ഇനിയുള്ള 2-3 ചാപ്റ്ററുകളിൽ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ C++ന് എൻ്റെ ഒരു തുടക്കം. ആദ്യം C++ എന്ന പ്രോഗ്രാമിംഗ് ഭാഷ ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് 7 സ്റ്റെപ്പുകളുള്ളൊരു വലിയ പ്രോസസ്സാണെന്നും അതിൽ പ്രോഗ്രാമിങ്ങിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് കോഡിംഗ്. ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ഭാഷയിൽ എഴുതേണ്ട പ്രോഗ്രാം എഴുതുക. അപ്പോൾ കോഡിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ അറിവുണ്ടായിരിക്കണം. ഹൈ ലെവൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കോഡിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ, പ്രോഗ്രാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കോഡിംഗ് എഴുതാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമിംഗ് ഭാഷകളുണ്ട്. നിങ്ങളൊക്കെ പൈത്തോൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ഭാഷ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പൈത്തോൺ ഒരു ഹൈ ലെവൽ ലാംഗ്വേജാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ടി ഉള്ള മറ്റൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് C++. C++ വളരെയധികം ശക്തമായിട്ടുള്ളതും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന തത്വം കൊണ്ടുവന്നതുമായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഈ ഭാഷ നിർമ്മിച്ചത് ജേൺ സ്ട്രൂസ്ട്രപ്പ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. ഇദ്ദേഹമാണ് ഈ പേരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ദ ഡെവലപ്പർ ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ജേൺ സ്ട്രൂസ്ട്രപ്പ്. C++ വാസ്തവത്തിൽ അതിനു മുൻപുണ്ടായിരുന്ന പ്രമുഖ പ്രോഗ്രാമിംഗ് ഭാഷയായിട്ടുള്ള C എന്ന പ്രോഗ്രാമിംഗ് ഭാഷയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് C++. അതുകൊണ്ടാണ് C-യേക്കാൾ അധികം എന്നുള്ള അർത്ഥത്തിൽ C++ൽ വരുന്നൊരു ഓപ്പറേറ്റർ കൂടിയാണ് ഈ ++, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഒക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കും. C++ ഈസ് ആക്ച്വലി ആൻ ആഡഡ് ഓർ ഇൻക്രിമെൻറ്റഡ് വെർഷൻ ഓഫ് C ലാംഗ്വേജ്. C++ന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന, ഇപ്പോഴും ഉപയോഗത്തിലിരിക്കുന്ന, C++ന് ശേഷവും ഉപയോഗത്തിലിരിക്കുന്ന ഒരു ഭാഷയാണ്, മറ്റൊരു കമ്പ്യൂട്ടർ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C കണ്ടുപിടിച്ചത് ഡെനിസ് റിച്ചിയാണ്. ആ പ്രോഗ്രാമിംഗ് ഭാഷയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി അതിലേക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന പ്രോഗ്രാമിംഗ് തത്വം ഉൾപ്പെടുത്തിയപ്പോഴാണ് അത് C++ എന്ന പുതിയ പ്രോഗ്രാമിംഗ് ഭാഷയായി മാറി. അതിൻ്റെ പുതിയൊരു വെർഷൻ സ്ട്രൂസ്ട്രപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതൊക്കെയാണ് ഈ ലാംഗ്വേജിൻ്റെ തുടക്കം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇനി വളരെ വേഗം നമുക്ക് ഈ ഭാഷയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് പ്രോഗ്രാമിംഗ് ഭാഷ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. C++നും അത് ബാധകമാണ്. ആദ്യം ഈ C++ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ക്യാരക്ടർ സെറ്റ്. ഏതൊരു പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കുമ്പോഴും ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ ക്യാരക്ടർ സെറ്റ് പരിചയപ്പെട്ടിരിക്കണം. എന്താണ് ക്യാരക്ടർ സെറ്റ്? ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചിഹ്നങ്ങളുടെ കൂട്ടത്തെയാണ് ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. സോ ക്യാരക്ടർ സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ് ഓർ ക്യാരക്ടേഴ്സ് that can be used or that can be identified by a programming language. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ ചിഹ്നങ്ങളെയും കൂടിയാണ്, ആ ചിഹ്നങ്ങളുടെ കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറുകളുടെ കൂട്ടം, ചിഹ്നം അല്ലെങ്കിൽ ക്യാരക്ടർ
കൂട്ടത്തെയാണ് ആ ഭാഷയുടെ ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങൾ, ഇംഗ്ലീഷ് ഭാഷയുടെ ആൽഫബറ്റ്. ഓക്കെ, ആൽഫബറ്റ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ സെഡ്, അതുപോലെ സ്മോൾ എ മുതൽ സ്മോൾ സെഡ് വരെയുള്ള അക്ഷരങ്ങളെയാണ് ആൽഫബറ്റുകൾ എന്ന് പറയുന്നത്. ഇവയാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചിഹ്നങ്ങളുടെ കൂട്ടത്തെയാണ് ആ ഭാഷയുടെ ക്യാരക്ടർ സെറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ചിഹ്നങ്ങളെയാണ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത്, അവയുടെ കൂട്ടത്തെയാണ് ക്യാരക്ടർ സെറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെ ക്യാരക്ടർ സെറ്റിൽ ഉൾപ്പെടുന്ന ക്യാരക്ടറുകൾ ഏതെല്ലാം എന്ന് അറിഞ്ഞു വയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഇനി ഇതാണ് ജേൺസ് ട്രൂസ്റ്റഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു C++ ഭാഷയുടെ ഉപജ്ഞാതാവായിട്ടുള്ള ജേൺസ് ട്രൂസ്റ്റഫ് എന്ന പ്രോഗ്രാമർ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. ഈ ഡെവലപ്ഡ് C++ at AT&T Bell Lab in USA. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഇനി അതുപോലെ തന്നെ നമുക്കിനി ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ വരുന്ന ചിഹ്നങ്ങൾ? ദ ക്യാരക്ടർ സെറ്റ് ഓഫ് C++ ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. ലെറ്ററുകൾ, ഏതാണ്ട് എല്ലാ ഇംഗ്ലീഷ് ആൽഫബറ്റുകളും C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ ഉൾപ്പെടും. C++ൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ അക്ഷരങ്ങളും ഉപയോഗിക്കാം. C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൽ എല്ലാ ഇംഗ്ലീഷ് ആൽഫബറ്റ്, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. സോ ആൽഫബറ്റ് ഈസ് എ വാലിഡ് ക്യാരക്ടർ ഇൻ C++. മറ്റൊന്ന്, C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ വരുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഡിജിറ്റ്സ്, അക്കങ്ങൾ. 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും അവയുടെ എല്ലാ കോമ്പിനേഷനുകളും C++ൽ അലൗഡാണ്. അപ്പോൾ A to Z വരെയുള്ള, ക്യാപിറ്റൽ A മുതൽ Z വരെയുള്ളതും സ്മോൾ a മുതൽ സ്മോൾ z വരെയുള്ളതുമായിട്ടുള്ള എല്ലാ ആൽഫബറ്റുകളും, ലെറ്റേഴ്സ്, അക്ഷരങ്ങളും, 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റുകളും, ചില സ്പെഷ്യൽ ക്യാരക്ടറുകൾ, അതായത് പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, ഇങ്ങനെയുള്ള കുറേ ചിഹ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് കീബോർഡ് കാണാൻ കഴിയുന്ന കീകളാണ്. ഇവയെല്ലാം തന്നെ C++ൽ ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നങ്ങളാണ്. ഇതൊക്കെ നമുക്ക് C++ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളാണ്. ഈ ഓരോ ചിഹ്നങ്ങൾക്കും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. C++ൽ നമുക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ആ ചിഹ്നം കൊണ്ടുള്ള ഉപയോഗം വേണ്ടുന്ന സമയത്ത് മാത്രമേ ആ ചിഹ്നം ഉപയോഗിക്കാം. അതൊക്കെ എന്താണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് സ്പേസ്, സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, കാരേജ് റിട്ടേൺ, എൻ്റർ കീ, ന്യൂ ലൈൻ, ഹോം ഫീഡ് തുടങ്ങിയ വൈറ്റ് സ്പേസുകൾ. അതുപോലെ തന്നെ 256 ആസ്കി കോഡ് വരുന്ന എല്ലാ ആസ്കി ക്യാരക്ടറുകളും C++ൽ അലൗഡാണ്. ഇത്രയുമാണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ A to Z വരെയുള്ള അപ്പർ കേസ് ആൽഫബറ്റുകളും ലോവർ കേസ് ആൽഫബറ്റുകളും, 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റുകളും, കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകൾ, ഇതുപോലെയുള്ള ബ്രാക്കറ്റ്, പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, സ്ലാഷ്, ബാക്ക് സ്ലാഷും ഫോർവേഡ് സ്ലാഷും, അതുപോലെ തന്നെ ഡോളർ, അങ്ങനെയുള്ള കുറേ ചിഹ്നങ്ങളും, വൈറ്റ് സ്പേസ്, ടാബ് തുടങ്ങിയ സ്പെഷ്യൽ ക്യാരക്ടറുകളും, തുടങ്ങിയ ചില സ്പേസ് ക്യാരക്ടറുകളും, അതുപോലെ തന്നെ 256 ആസ്കി കോഡുകളും അടങ്ങുന്ന, ആസ്കി കോഡിൽപ്പെടുന്ന എല്ലാ ക്യാരക്ടറുകളും ഉൾപ്പെടുന്ന ഒന്നാണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റ്. ഇനി അപ്പോൾ ഈ ക്യാരക്ടർ സെറ്റ് എന്നുള്ളത് ഈ C++നെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് ക്യാരക്ടർ സെറ്റ് എന്നത്. സോ ക്യാരക്ടർ സെറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത് പഠിച്ചാൽ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട്, ഏതെല്ലാം ചിഹ്നങ്ങൾ ആണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ ഉള്ളതെന്ന് ഇത് നോക്കിയാൽ ഇത് പഠിച്ചാൽ ഈ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക.
നിങ്ങൾ കാണാതെ പഠിക്കുന്നു വേണ്ടതൊക്കെ നമുക്ക് പല സമയങ്ങളിലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. എന്നാലേ നമുക്ക് C++ലെ തുടർന്നുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിംഗ് തത്വമാണ്, ഒരു പ്രോഗ്രാമിംഗ് എലമെൻ്റ് കൺസെപ്റ്റാണ് ടോക്കൺസ്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പറഞ്ഞു. ക്യാരക്ടർ സെറ്റിലുള്ള ക്യാരക്ടറുകളെ കൊണ്ടുണ്ടാക്കുന്ന വാക്കുകളെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. വേർഡ്സ്, ഇംഗ്ലീഷിലെ വേർഡ്സിനെ പോലെ. അതായത് അതാണ് ഇവിടെ പറഞ്ഞത്, ടേം ടോക്കൺ ഇൻ C++ ലാംഗ്വേജ് ഈസ് സിമിലർ ടു ദ ടേം വേർഡ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. ക്യാരക്ടർ സെറ്റിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ചിഹ്നങ്ങളാണ്. ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം? ലെറ്ററുകൾ, ഡിജിറ്റുകൾ, സ്പെഷ്യൽ ചിഹ്നങ്ങൾ, ക്യാരക്ടറുകൾ, വൈറ്റ് സ്പേസുകൾ, ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇവയുടെ കോമ്പിനേഷനെയാണ് ക്യാരക്ടർ സെറ്റിലുള്ള വിവിധ ക്യാരക്ടറുകളുടെയും ഡിജിറ്റുകളുടെയൊക്കെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു വേർഡ്, അതിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത്. ക്യാരക്ടർ സെറ്റിലുള്ള ക്യാരക്ടറുകളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു കൂട്ടം, അതിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺസ് ആർ ദ ബേസിക് ഓർ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ഇത് നിങ്ങൾ ഈ ഒരു വാചകം നിങ്ങൾ പ്രത്യേകം അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. ഒരു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ടോക്കൺ എന്നുള്ളത്. പല പ്രാവശ്യവും വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഡാഷ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം. ടോക്കൺസ്. ടോക്കണുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഇതും അറിഞ്ഞിരിക്കുക. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ C++ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെയാണ് ടോക്കൺസ് എന്ന് പറഞ്ഞാൽ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ബ്രിക്സ് അല്ലെങ്കിൽ കല്ലുകൾ, സിമൻറ്റ് എന്നിവയെല്ലാം. അപ്പോൾ സിമൻറ്റ്, കല്ല് എന്നിവ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയതുകൊണ്ട് ആകുന്നതുപോലെ C++ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ടോക്കൺസ്. ടോക്കൺസ് ആണ് C++ൻ്റെ തുടക്കം. ഈ ടോക്കണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞ C++ൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള ഏതാനും ക്യാരക്ടറുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ആക്ച്വലി ടോക്കൺ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ ക്യാരക്ടർ സെറ്റ് ഓഫ് ദി ലാംഗ്വേജ്. ഇനി ടോക്കണുകൾക്ക് ലെക്സിക്കൽ യൂണിറ്റുകൾ എന്നും ടോക്കണുകൾ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു C++ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും C++ൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള വിവിധ ചിഹ്നങ്ങളുടെ ഒരു സമ്മേളനമാണ്, ഒരു കൂട്ടമാണ്. സോ ആക്ച്വലി ഒരു C++ പ്രോഗ്രാം ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. ഇനി ടോക്കണുകൾ പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. അതാണ് ഈ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ടോക്കൺ എന്താണെന്ന് പറഞ്ഞു. ഒരു പ്രോഗ്രാമിൻ്റെ C++ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ടോക്കൺസ്. ബേസിക് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണെന്ന് പറഞ്ഞു. ടോക്കൺസ് 5ആയി തിരിച്ചിരിക്കുന്നു. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ 5 തരത്തിലാണ് ടോക്കണുകൾ ഉള്ളത്. C++ലെ ടോക്കണുകൾ കീവേഡ്സ് എന്നും ഐഡൻറ്റിഫയേഴ്സ് എന്നും ലിറ്ററലുകളെന്നും പഞ്ച്വേറ്റേഴ്സ് എന്നും ഓപ്പറേറ്റേഴ്സ് എന്നും 5ആയി തിരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ടോക്കണുകളാണ്. പക്ഷേ ഇവ ഓരോന്നിൻ്റെ ഉപയോഗം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് 5 ക്ലാസ്സുകളിൽ പെടുന്നത്. ഇനി ഓരോ ടോക്കണിനെ പറ്റിയും പറയാം. കീവേഡ്സ്. കീവേഡ് എന്നത് കമ്പൈലറിനോട് C++ൻ്റെ നമ്മൾ എഴുതുന്ന C++ പ്രോഗ്രാമുകളെ അത് എഴുതി കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യണം. അങ്ങനെ തർജ്ജമ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കേസിൽ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ലാംഗ്വേജ് പ്രോസസ്സറുകൾ അല്ലെങ്കിൽ കമ്പൈലറുകൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററുകൾ എന്ന് പറയും. C++ൻ്റെ കാര്യത്തിൽ C++ ഒരു കമ്പൈൽഡ് ലാംഗ്വേജാണ്. ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരു C++ ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമിനെ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ C++ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ നേരെ വർക്ക് ചെയ്യില്ല.
കമ്പ്യൂട്ടറിന് നേരിട്ട് പ്രകാരം അത് ഹൈ ലെവൽ ഭാഷയാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ, ദാറ്റ് ഈസ് ലോ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ഭാഷയിലേക്ക് അതിനെ തർജ്ജമ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ഫോർത്ത് ഫേസ് ട്രാൻസ്ലേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത് C++ ആണെങ്കിൽ C++ലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നതെങ്കിൽ C++ കമ്പൈലർ ഉപയോഗിച്ചാണ് ആ പ്രോഗ്രാമിനെ നമ്മൾ മെഷീൻ ഭാഷയിലേക്ക് ഒബ്ജക്റ്റ് കോഡായിട്ട് മാറ്റുന്നത്. സോ അതുകൊണ്ടാണ് C++ കമ്പൈൽഡ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. C++ പ്രോഗ്രാമുകൾ മെഷീൻ ഭാഷയിലേക്ക് ആക്കുന്നത് ഒരു കമ്പൈലറിൻ്റെ C++ കമ്പൈലറിൻ്റെ സഹായത്തോടു കൂടിയാണ്. കമ്പൈൽഡ് ആയിട്ടുള്ള മറ്റു ധാരാളം ഭാഷകളുണ്ട്. മറ്റൊരു കമ്പൈൽഡ് ഭാഷയാണ് സിക്കും കമ്പൈലർ ഉപയോഗിച്ചാണ് മെഷീൻ ഭാഷ ആയിട്ട് തർജ്ജമ ചെയ്യുന്നത്. C പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ C++ കമ്പൈലറിനെ ഉപയോഗിച്ച് മാത്രമേ C++ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ കോഡാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പിന്നെ ഓരോ ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള കമ്പൈലറുകൾ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ അവസാനം പഠിച്ചു. ഓക്കെ, അതിൻ്റെ ജോലി സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡ് ആക്കുക എന്നുള്ളതാണ്. ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ സോഴ്സ് കോഡ് അതിനെ മെഷീൻ ഭാഷ അതിലുള്ള കോഡാക്കി മാറ്റുക, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ടോക്കൺസിനെ കുറിച്ചാണ്. കീവേഡ്സ്, വേർഡ്സ്. എന്താണ് കീവേഡ്സ്? ടോക്കൺസ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ ആർ കോൾഡ് കീവേഡ്സ്. C++ പ്രോഗ്രാം എഴുതിയാൽ അതിനെ തർജ്ജമ ചെയ്താൽ മാത്രമേ അത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യൂ. അപ്പോൾ C++ കമ്പൈലറാണ് C++ പ്രോഗ്രാമുകളെ കൈകാര്യം ചെയ്യുന്നത്, അവയെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കമ്പൈലറിന് മനസ്സിലാകുന്നതെന്ന രീതിയിൽ പറയുന്നത്. നമ്മൾ എഴുതുന്ന ഓരോ CPP കമാൻഡും കമ്പൈലറിന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. അതായത് ലാംഗ്വേജിലുള്ള ടോക്കണുകളായിരിക്കണം, ക്യാരക്ടറിസ്റ്റിക്കുകൾ കൊണ്ടുണ്ടാക്കിയ ടോക്കൺസ് ആയിരിക്കണം. അപ്പോൾ C++ കമ്പൈലറിനോട് ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് C++ കമ്പൈലർ ഒരു കൂട്ടം അർത്ഥങ്ങൾ കമ്പൈലറിനോട് സൂചിപ്പിക്കുന്നത്? കാരണം നമ്മൾ എഴുതുന്ന C++ പ്രോഗ്രാമുകൾ മെഷീൻ കോഡാക്കി മാറ്റിയാലേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ. മെഷീൻ കോഡാക്കി മാറ്റേണ്ടത് കമ്പൈലറാണ്. അപ്പോൾ കമ്പൈലറിന് പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിലൂടെ പറയണം. ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളെയാണ്, പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളെയാണ്. അതായത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന C++ പ്രോഗ്രാമിനെ മെഷീൻ കോഡായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന C++ കമ്പൈലർ എന്ന സോഫ്റ്റ്വെയറിനോട് ചില പ്രത്യേക കാര്യങ്ങൾ, ചില പ്രത്യേക പ്രോഗ്രാമിലെ ചില പ്രത്യേക ആവശ്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസർവ്ഡ് വേർഡ്സാണ് കീവേഡ്സ് ഉണ്ട്. കീവേഡുകളെ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ടോക്കൺസ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ്. ഈ വാക്കുകൾ, ഈ നിർവചനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. കീവേഡിൻ്റെ നിർവചനം, ഡെഫിനിഷനാണ് ഈ ആദ്യത്തെ വരി. ഈ ആദ്യത്തെ രണ്ട് വരികൾ, ദ വേർഡ്സ് ഓർ ടോക്കൺസ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ ആർ കോൾഡ് കീവേഡ്സ്. C++ കമ്പൈലറിനോട് ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കീവേഡുകൾ എല്ലാ ഭാഷയിലുമുണ്ട്. സിയിലുണ്ട്, C++ൽ അതിൻ്റേതായിട്ട് കീവേഡുകളുണ്ട്, സിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സെറ്റ് കീവേഡുകളുണ്ട്, ജാവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സെറ്റ് കീവേഡുകളുണ്ട്, പൈത്തോണിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെറ്റ് കീവേഡുകളുണ്ട്. അപ്പോൾ ഈ പറയുന്നതെല്ലാം എല്ലാ പ്രോഗ്രാമിംഗ് ഭാഷകളുടെയും ബേസിക്സ് ആണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. ടോക്കണുകൾ, ഏത് പ്രോഗ്രാമിംഗ് ഭാഷയിൽ പോയാലും ടോക്കൺസ് ഉണ്ട്. ആ പേര് മാറുന്നത് മാത്രമേ ഉള്ളൂ. ടോക്കണിൻ്റെ ഉദ്ദേശം ഇതാണ്. C++ എന്തിനാണ് ടോക്കൺ ഉപയോഗിക്കുന്നത്? അത് തന്നെയാണ് മറ്റു ഭാഷകളിലും ടോക്കണിൻ്റെ ഉപയോഗം. കീവേഡ്സ്. അപ്പോൾ കീവേഡിന് പറയുന്ന കീവേഡുകൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സാണ്. സംരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ചില വാക്കുകളാണ്. പ്രത്യേക ഉപയോഗത്തിന് വേണ്ടി ഭാഷയിൽ മാറ്റി വെച്ചിരിക്കുന്ന, റിസർവാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചില വാക്കുകളെയാണ് കീവേഡ്സ്. കീവേഡ് രണ്ട് നിർവചനങ്ങൾ നൽകുന്നുണ്ട്.
ടോക്കൺസ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ്. കമ്പൈലറിനോട് ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പറയുന്നതോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതോ ആയിട്ടുള്ള കമ്പൈലറിനോട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്ന C++ലെ ഒരു കൂട്ടം കമാൻഡുകൾ അല്ലെങ്കിൽ വാക്കുകളെ അല്ലെങ്കിൽ ടോക്കണുകളെയാണ് കീവേഡ്സ്. ഇവ ടോക്കണുകൾ എന്നറിയപ്പെടാൻ കാരണം ഇതിൽ നിങ്ങൾ നോക്കിയപ്പോൾ ടോക്കൺസ് ഇതൊക്കെ ടോക്കണുകളാണ്. C++ൽ ചില വാക്കുകളാണ്. ASM, കണ്ടിന്യൂ, ഫ്ലോട്ട്, ന്യൂ, ഇതെല്ലാം ക്യാരക്ടറിസ്റ്റിലുള്ള ആൽഫബറ്റുകളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതെല്ലാം കീവേഡുകളൊക്കെ തന്നെ ടോക്കൺസ് ആണ്. അതെല്ലാം തന്നെ ക്യാരക്ടറിസ്റ്റിലുള്ള ക്യാരക്ടറുകളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ലാംഗ്വേജ് കമ്പൈലർ. റിസർവ്ഡ് വേർഡ്സ്, കീവേഡിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കീവേഡുകൾ കമ്പൈലറിനോട് ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുക മാത്രമല്ല, അത് കമ്പൈലറിന് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ആ ഭാഷയിൽ നീക്കി വച്ചിരിക്കുന്ന, അതാണ് റിസർവ്ഡ് വേർഡ്സ്, ഒരു കൂട്ടം വാക്കുകൾ കൂടിയാണ് കീവേഡ്സ്. കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് that are reserved by the language for special purposes and cannot be redefined for any other purposes. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ, അതായത് C++ൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന, ഉപയോഗത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന റിസർവ്ഡ് ആയിട്ടുള്ള വാക്കുകളെയാണ്, സംരക്ഷിത വാക്കുകളെയാണ് കീവേഡുകൾ എന്ന് പറയുന്നത്. സോ കീവേഡുകൾ കമ്പൈലറിനോട് ഒരു പ്രത്യേക അർത്ഥം ലാംഗ്വേജ് കമ്പൈലറിനോട് സൂചിപ്പിക്കുന്നു. അവ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഭാഷയിൽ നീക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം വാക്കുകളാണ്. ഈ രണ്ട് പോയിന്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം റിസർവ്ഡ് വാക്കുകളാണ് കീവേഡുകൾ എന്നുള്ളതുകൊണ്ട് അവ പ്രോഗ്രാമിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. നമ്മുടെ ഇഷ്ടപ്രകാരം, പ്രോഗ്രാമറുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കരുത്. അവ ഏതാവശ്യത്തിനാണോ ഉപയോഗിക്കേണ്ടത് അതിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ റിസർവ്ഡ് ബൈ ദി ലാംഗ്വേജ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് ക്യാൻ നോട്ട് ബി റിഡിഫൈൻഡ് ഫോർ എനി അതർ. മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് അവയെ വീണ്ടും ഉപയോഗിക്കരുത്, റിഡിഫൈൻ ചെയ്യരുത്, പുനർനിർവചിക്കരുത് എന്നാണ് പറയുന്നത്. അവയുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ മാത്രം ഉപയോഗിക്കുക. മറ്റാവശ്യങ്ങൾക്ക്, നിർവചിക്കപ്പെട്ട ഉദ്ദേശത്തിൽ നിന്ന് മാറി വേറെ പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അവയെ ഉപയോഗിക്കരുത്, പാടില്ല. ഏകദേശം C++ൽ 48 കീവേഡുകളുണ്ട്. ആ 48 കീവേഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പരിചയം. ഇതിൽ എല്ലാ കീവേഡുകളും നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. 48 കീവേഡൊന്നും ഓർത്തിരിക്കാൻ സാധിക്കുകയില്ല. ഏതാണ്ട് ചില കീവേഡുകളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. പല സമയങ്ങളിലായിട്ട് നിങ്ങൾ പഠിക്കും. പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലെ ഒട്ടുമിക്ക ഏതാണ്ട് 3/4 ഭാഗം കാര്യങ്ങൾ നിങ്ങൾ അടുത്ത വർഷത്തോടുകൂടി പഠിക്കും. ചില കാര്യങ്ങൾ അടുത്ത വർഷം നിങ്ങൾ ചില കീവേഡുകൾ പരിചയപ്പെടും. ഈ വർഷം കുറേ കീവേഡുകൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ചില കീവേഡുകളാണ് ഫ്ലോട്ട്, സൈൻഡ് എന്നിവയൊക്കെ, അതുപോലെ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതൊക്കെയാണ് കീവേഡുകൾ. C++ലെ കീവേഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കൺ കാറ്റഗറിയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളത്. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് used to name different program elements such as memory locations, functions, statements, objects, classes, etc. പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വിവിധ പ്രോഗ്രാമിംഗ് ഘടകങ്ങളെ, പ്രോഗ്രാം എലമെൻറ്റുകളായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫങ്ഷനുകൾ എന്നിവയ്ക്ക് കൊടുക്കുന്ന പേരുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ ഐഡൻറ്റിഫയർ മീൻസ് ഇറ്റ് ഈസ് a user defined word used to name a programming element. ഒരു പ്രോഗ്രാമിലെ ഒരു പ്രോഗ്രാമിംഗ് ഘടകത്തിന് പ്രോഗ്രാമർ അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി, ആ പ്രോഗ്രാമിലെ ഒരു ഘടകത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി, മറ്റ് ഘടകങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ആ ഘടകത്തിനിടുന്നൊരു പേര്, അയാൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുന്നു. ആ പേരിനെയാണ് ഇങ്ങനെ പ്രോഗ്രാമിലെ വിവിധ പ്രോഗ്രാം ഘടകങ്ങൾക്ക് യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ കൊടുക്കുന്ന പേരുകളുടെയാണ്, അയാൾക്ക് ഇഷ്ടമുള്ള പേരുകളെ കൊടുക്കാം.
ആ പേരുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്തോ അതാണ് ഐഡൻറ്റിഫയർ. ദ ഐഡൻറ്റിഫയേഴ്സ് ടു മെമ്മറി ലൊക്കേഷൻസ് ആർ കോൾഡ് വേരിയബിൾസ്. ചരങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എക്സ് വൈ എ ബി സി ഡി. അതൊക്കെ കൂടെ പ്രോഗ്രാമിൽ വരുമ്പോൾ വേരിയബിൾസ്, അതൊക്കെ ഐഡൻറ്റിഫയർ. സോ ദ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ കോൾഡ് വേരിയബിൾസ്. ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഒരു പല കാറ്റഗറി ഉണ്ട്. ഐഡൻറ്റിഫയർ പല തരത്തിലുണ്ട്. അതിലൊരു പ്രധാനമായിട്ട് നിങ്ങൾ ഈ വർഷം അടുത്ത വർഷം പഠിക്കുന്ന ഒരു ഐഡൻറ്റിഫയർ ടൈപ്പാണ് വേരിയബിൾസ്. വേരിയബിൾ നെയിംസ്. ഒരു പ്രോഗ്രാമിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി, പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാമിൽ നമ്മൾ മെമ്മറിയിലെ, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലെ ചില ലൊക്കേഷനുകൾ കടമെടുക്കും. ആ ലൊക്കേഷനുകളിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി ആ ലൊക്കേഷനുകൾക്ക് നമ്മൾ പ്രോഗ്രാമിൽ ചില പേരുകൾ നൽകുന്നു. ആ പേരുകളെയാണ് അങ്ങനെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലെ ലൊക്കേഷനുകൾക്ക് കൊടുക്കുന്ന പേരുകൾ, ആ ലൊക്കേഷനെ തിരിച്ചറിയാൻ വേണ്ടി പ്രോഗ്രാമർ കൊടുക്കുന്ന പേരുകളാണ്. അതായത് ആ ലൊക്കേഷനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ആ ലൊക്കേഷനിൽ ഡാറ്റ സൂക്ഷിക്കണമെങ്കിൽ അതിന് ഡാറ്റ എടുക്കണമെങ്കിലും ഒരു മെമ്മറിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് മെമ്മറിയിലേക്ക് ഡാറ്റ സൂക്ഷിക്കുക, മെമ്മറിയിലുള്ള ഡാറ്റ എടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് അതിന് ആ ലൊക്കേഷൻ റെഫർ ചെയ്യണം. ആ മെമ്മറി ലൊക്കേഷൻ റെഫർ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ പേര് കൊടുക്കണം. എ ബി എക്സ് വൈ സെഡ് എന്നിങ്ങനെയുള്ളതൊക്കെ ചില വേരിയബിൾ നെയിംസ് ആണ്. ദ ഐഡൻറ്റിഫയേഴ്സ് അസൈൻ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ലേബൽസ്. മറ്റൊരു തരത്തിലുള്ള ഐഡൻറ്റിഫയറാണ് ലേബൽസ്. രണ്ട് തരത്തിലുള്ള ഐഡൻറ്റിഫയറുകൾ, മൂന്ന് തരത്തിലുള്ള ഐഡൻറ്റിഫയറുകൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ വർഷം അടുത്ത വർഷമായിട്ട്. ഈ വർഷം നിങ്ങൾ വേരിയബിൾസ് പഠിക്കും. അടുത്ത വർഷം ലേബൽസും ഫങ്ഷൻ നെയിംസും പരിചയപ്പെടും. അപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെയിം ഗിവൺ ടു എ പ്രോഗ്രാം എലമെൻറ്റ്. പ്രോഗ്രാമിങ്ങിലെ ഒരു പ്രോഗ്രാം ഘടകത്തിന്, ആ പ്രോഗ്രാമിലെ ഒരു ഘടകത്തിന്, ആ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എലമെൻറ്റിന് കൊടുക്കുന്ന പ്രോഗ്രാമറുടെ ഇഷ്ടപ്രകാരം പ്രോഗ്രാമർ ഇടുന്ന ഒരു പേരാണ് ഐഡൻറ്റിഫയർ എന്നത്. ഓക്കെ, ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് നെയിം ഗിവൺ ടു എ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്. ഐഡൻറ്റിഫയർ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട്: വേരിയബിളുകൾ, ലേബലുകൾ, ഫങ്ഷൻ നെയിംസ്. ഇതിൽ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കേണ്ടത് വേരിയബിൾസാണ്. ഒരേ ഒരു ഐഡൻറ്റിഫയർ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അത് വേരിയബിൾസാണ്. അടുത്ത വർഷം ലേബലും ഫങ്ഷൻ നെയിംസ് എന്നീ രണ്ട് ഐഡൻറ്റിഫയറുകൾ കൂടി നിങ്ങൾ പരിചയപ്പെടും. അപ്പോൾ വേരിയബിൾസ് പറഞ്ഞാൽ ദേ ആർ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയറിലെ ഒരു കാറ്റഗറിയാണ്, ഒരു വിഭാഗമാണ് വേരിയബിൾ നെയിംസ്. ചരങ്ങൾ. വേരിയബിൾ എന്നുള്ളതിൻ്റെ മലയാളം ചരങ്ങൾ എന്നാണ്. വേരിയബിൾസ് ആർ ഐഡൻറ്റിഫയേഴ്സ് ടു മെമ്മറി ലൊക്കേഷൻസ്. പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിലെ മെയിൻ മെമ്മറി ലൊക്കേഷനുകൾക്ക് കൊടുക്കുന്ന പേര്, പ്രോഗ്രാമർ ഉപയോഗിക്കുന്ന പേരാണ്, കൊടുത്തിരിക്കുന്ന പേരിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മെമ്മറി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡാറ്റ, ഇൻ്റർമീഡിയറ്റ് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇൻപുട്ട് വേണ്ടി വരും, പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം സൂക്ഷിക്കുന്നതിന് നമ്മൾ മെമ്മറി ആവശ്യം വരും, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി. ആ മെമ്മറിയിൽ ചില ലൊക്കേഷനുകൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഇൻപുട്ട് ഡാറ്റ ഔട്ട്പുട്ട് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി കടമെടുക്കും. അങ്ങനെ കടമെടുക്കുന്ന ലൊക്കേഷനുകൾക്ക് നമ്മുടെ സൗകര്യപ്രകാരം, നമ്മളെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമേഴ്സ് അവരുടെ സൗകര്യപ്രകാരം കൊടുക്കുന്ന പേരുകളെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതൊരു ഐഡൻറ്റിഫയറാണ്. അത് ആ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്, മറ്റ് മെമ്മറി ലൊക്കേഷനുകളിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. മെമ്മറി ലൊക്കേഷനുകൾക്ക് കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയർ. ഇതുപോലെ ഒരു പ്രോഗ്രാമിലെ ഓരോ വരിക്കും മറ്റു വരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പേരിടാം. അങ്ങനെ ഒരു വരിയെ കൊടുക്കുന്ന പേര്, പ്രോഗ്രാമിലെ ഒരു ലൈനിന് കൊടുക്കുന്ന പേര്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവനയ്ക്ക് കൊടുക്കുന്ന ഐഡൻറ്റിഫയറാണ് ലേബൽസ്. അത് മറ്റൊരു തരം ഐഡൻറ്റിഫയറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഐഡൻറ്റിഫയർ ടൈപ്പാണ് ഫങ്ഷൻ നെയിംസ്. ഒരു കൂട്ടം പ്രസ്താവനകളെ ഒരു ബ്ലോക്കാക്കി, ഒരു ഗ്രൂപ്പാക്കി, ആ ഗ്രൂപ്പിന് ഒരു കൊടുക്കുന്ന ഒരു പേരാണ് ഫങ്ഷൻ നെയിം എന്നത്. ഫങ്ഷൻ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വിശദമായിട്ട് അടുത്ത വർഷം നിങ്ങൾ C++ൽ പഠിക്കും ഫങ്ഷൻസ് എന്താണെന്ന്. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫങ്ഷൻ മീൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഡു എ ടാസ്ക്. ആ
ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മളൊരു ബ്ലോക്ക്, ഒരു യൂണിറ്റ് ആക്കി മാറ്റി ആ യൂണിറ്റിന് നമ്മളൊരു പേര് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യും. അതാണ് ഫംഗ്ഷൻ്റെ ഉപയോഗം. വിശദമായിട്ട് അടുത്ത പ്രശ്നം പറയാം. ഇനി ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് നെയിംസ്, പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പേരുകളാണ്. പ്രോഗ്രാമർ ഉപയോഗിക്കുന്ന പേരുകൾക്കാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മെമ്മറി ലൊക്കേഷനുകൾക്ക് കൊടുക്കുന്ന പേര്, അത്തരം പേരുകളെ വാരിയബിൾ നെയിംസ് അല്ലെങ്കിൽ വാരിയബിൾസ് എന്ന് പറയുന്നു. പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വിവിധ വരികൾക്കിടുന്ന പേരുകൾ ലേബൽ നെയിംസ് എന്ന് പറയുന്നു. പ്രോഗ്രാമിലെ ഒരു കൂട്ടം വരികൾക്കിടുന്ന പേരുകളാണ് ഫംഗ്ഷൻ നെയിംസ്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള ഐഡൻറ്റിഫയറുകളാണ്. ഇതിൽ ഈ വർഷം നിങ്ങൾക്ക് പ്രധാനമായിട്ടും വാരിയബിൾസ് എന്ന ഐഡൻറ്റിഫയറാണ് മനസ്സിലാക്കാനുള്ളതും ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ വാരിയബിൾസ് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണെന്ന് പറഞ്ഞു. നമുക്കിഷ്ടമുള്ള പേര് നമുക്ക് പ്രോഗ്രാമിലെ നമ്മളുടെ ഒരു പ്രോഗ്രാം എലമെൻറ്റിന് കൊടുക്കാം. ഒരു വാരിയബിളിൻ്റെ പേരായിട്ടോ, അതായത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേരായിട്ടോ ഒക്കെ മറ്റും ഉപയോഗിക്കാം. വാരിയബിളിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഗ്രാം, നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ട് അൽഗോരിതത്തിലൊക്കെ വാരിയബിൾ നെയിംസ് വരുന്നുണ്ട്. ABCD, സം, ABG ഇതൊക്കെ വാരിയബിൾ നെയിംസ് ആണ്. അതൊക്കെ ടോക്കൺസ് ആണ്, കാരണം അവയെല്ലാം തന്നെ ആൽഫബറ്റുകളാണ്. അതുപോലെ ഏജ്, ഒരാളുടെ വയസ്സ് പ്രോസസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഡാറ്റ. ഏജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരാണ് ഏജ്. അതൊരു ഐഡൻറ്റിഫയറാണ് ഏജ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമറുടേതായിട്ടുള്ള ചില പേരുകൾക്കാണ് പ്രോഗ്രാമിലെ വിവിധ ഘടകങ്ങളെ എലമെൻസിനെ തിരിച്ചറിയാൻ വേണ്ടി പ്രോഗ്രാമർ അവയ്ക്ക് കൊടുക്കുന്ന ചില തന്നിഷ്ടപ്രകാരമുള്ള പേരുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാരിയബിൾസ്. പ്രോഗ്രാമിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി കടമെടുത്തിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലെ ലൊക്കേഷനുകൾക്ക് കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയറാണ് വാരിയബിൾ നെയിംസ് അല്ലെങ്കിൽ വാരിയബിൾസ് എന്നത്. ഇനി ഐഡൻറ്റിഫയറിന് നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. യൂസർ ഡിഫൈൻഡ് വേർഡാണെന്ന് പറഞ്ഞു. പക്ഷേ ഇഷ്ടമുള്ള പേര് കൊടുക്കാമെങ്കിൽ പോലും ആ പേരിടുന്നതിന് ചില റൂൾസ് ഉണ്ട്. ദീസ് ആർ ദ റൂൾസ് ഫോർ നെയിമിങ് ഐഡൻറ്റിഫയേഴ്സ്. ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ ഒരു ഐഡൻറ്റിഫയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേര് താഴെ പറയുന്ന 4-5 റൂളുകൾ പാലിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണത്? An identifier is an arbitrary long sequence of letters, digits and underscores. നേരത്തെ പറഞ്ഞ പോലെ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ടോക്കണാണ്. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ്. ആ വേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ലെറ്ററുകളും ഡിജിറ്റുകളും അണ്ടർസ്കോർ ക്യാരക്ടർ സെറ്റിലുള്ള സീക്വൻസിൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള അനുവദിക്കപ്പെട്ട ക്യാരക്ടറുകൾ കൊണ്ട് മാത്രമേ ഐഡൻറ്റിഫയർ ഉണ്ടാക്കാൻ പാടുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ക്യാരക്ടർ സെറ്റിലില്ലാത്ത സീക്വൻസിൻ്റെ ക്യാരക്ടർ സെറ്റിലില്ലാത്ത, അതായത് ആൽഫബറ്റോ ഡിജിറ്റോ മറ്റ് അനുവദനീയമായിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളോ അല്ലാത്ത ഒരു ചിഹ്നവും ഒരു ഐഡൻറ്റിഫയറിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് റൂൾ. ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഈ 5 റൂൾസും പഠിച്ചിരിക്കണം. റൂൾസ് ഫോർ നെയിമിങ് ആൻ ഐഡൻറ്റിഫയർ. ഒരു ഐഡൻറ്റിഫയറിന് കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ ഐഡൻറ്റിഫയറായി ഉപയോഗിക്കുന്ന പേര് അത് ഈ പറയുന്ന 5 നിയമങ്ങൾ പാലിച്ചായിരിക്കണം. അത് ഐഡൻറ്റിഫയറിന് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ചിഹ്നവും ഒരു ലെറ്ററോ ഡിജിറ്റോ അല്ലെങ്കിൽ സീക്വൻസിൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള ഏതെങ്കിലും ഒരു ചിഹ്നമായിരിക്കണം നിർബന്ധം. അതിൽ ക്യാരക്ടർ സെറ്റിന് പുറത്തുള്ള ഒരു ചിഹ്നം ഒരിക്കലും ഐഡൻറ്റിഫയറിൻ്റെ പേരിൽ കാണരുത് എന്നാണ് ആദ്യത്തെ റൂള് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലെറ്ററുകൾ ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റുകളെല്ലാം അപ്പർ കേസും ലോവർ കേസും എല്ലാം ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. ഇതിന് പുറമെ സീക്വൻസിൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളൊക്കെ തന്നെ ഉപയോഗിക്കാം. സെമി കോളൻ, കോമ ഇതൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അതിന് പുറമെ ഡിജിറ്റുകൾ, സീക്വൻസിൻ്റെ ക്യാരക്ടർ സെറ്റിലുള്ള എല്ലാ ഡിജിറ്റുകളും 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളും ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പേര് ആ ഐഡൻറ്റിഫയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ആ പേരുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം.
ഫോർ എക്സാമ്പിൾ VAR1 ഒരു വേരിയബിളിന് ഞാൻ ഇടുന്ന പേരാണ് VAR1. അപ്പോൾ VAR എന്നുള്ളത് VAR 3 ലെറ്ററുകളാണ്. അത് C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ അലൗഡ് ആണ്. ആൽഫബറ്റുകൾ ലോവർ കേസ് 1 എന്നുള്ളൊരു ഡിജിറ്റാണ്. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ റൂൾസ് വെച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം, കുറേ വേരിയബിൾ നെയിംസ് വന്നിട്ട് അതിൽ വാലിഡ് ഏതാണ്, ഇൻവാലിഡ് ഏതാണ്, വാലിഡ് ഐഡൻറ്റിഫയർ ഏതാണ്, ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറയും. അതിനുള്ള കാരണമൊക്കെ എഴുതാൻ പറയും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ റൂൾസ് 4-5 റൂൾസ് പഠിച്ചിരിക്കണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ, ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു ഐഡൻറ്റിഫയറിൻ്റെ തുടക്കം ഒരു ലെറ്റർ വെച്ചോ ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചോ അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചോ മാത്രമായിരിക്കണം. ഡിജിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾസ് ഉണ്ടാക്കാം, പക്ഷേ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ ഉണ്ടാക്കാമെങ്കിലും ഒരിക്കലും ഒരു ഐഡൻറ്റിഫയറിൻ്റെ തുടക്കം ഒരു ഡിജിറ്റലായിരിക്കും, അക്കം വെച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ 1 VAR എന്ന് പറയുന്നത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. എന്നാൽ _1 EAR എന്ന് പറയുമ്പോൾ അത് വാലിഡാണ്. അതുപോലെ വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ഒരിക്കലും ഒരു ഐഡൻറ്റിഫയർ ആയി ഉപയോഗിക്കുന്ന പേരിൽ സ്പേസോ മറ്റ് സ്പെഷ്യൽ ചിഹ്നങ്ങളോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ എന്നിവ ഇതിലേതെങ്കിലും ഒന്ന് ആയിരിക്കണം ഒരു ഐഡൻറ്റിഫയറിൽ ഉപയോഗിക്കുന്ന ഓരോ ചിഹ്നവും. മറ്റ് സ്പെഷ്യൽ ക്യാരക്ടറുകളൊന്നും പാടില്ല. കാരണം വൈറ്റ് സ്പേസ്, സെമി കോളൻ, അണ്ടർസ്കോർ അലൗഡാണ്, ഹൈഫൺ പറ്റില്ല, ഡോളർ, ഹാഷ്, @ അങ്ങനെയുള്ള ചിഹ്നങ്ങളൊന്നും, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചൊന്നും എഴുതരുത്, ഐഡൻറ്റിഫയർ ഉണ്ടാക്കരുതെന്നാണ്. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ് എന്താ നമ്മൾ പറഞ്ഞു, കീവേഡ്സ് റിസർവ്ഡ് വേർഡ്സാണ്, പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം വാക്കുകളാണ് C++. അതുകൊണ്ട് അവ ഉപയോഗിച്ച് അവയുടെ പേര് ഒരിക്കലും ഐഡൻറ്റിഫയറിൻ്റെ പേരായിട്ട് ഉപയോഗിക്കരുത്. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. ദാറ്റ് ഈസ് C++ ഈസ് കേസ് സെൻസിറ്റീവ്. ഒരേ വാക്ക് തന്നെ അപ്പർ കേസിലും ലോവർ കേസിലും, ഒരു പേര് തന്നെ അപ്പർ കേസിലും ലോവർ കേസിലും വ്യത്യസ്ത ഐഡൻറ്റിഫയറുകളാണ് ആയിട്ടാണ് C++ കാണുന്നത് എന്നുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട്